ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് ഈ കുഞ്ഞി ചട്ടി കൊണ്ടൊരു മിനി പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചട്ടിനെയാണ് നമ്മൾ ഈ ചട്ടിക്ക് എടുത്തുള്ളത് ഗൈസ്. നമുക്ക് ഈ ചട്ടി കൊണ്ട് ഒരു കുഞ്ഞി പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. ഈ സൈഡിൽ നമ്മൾ മാസ്കിംഗ് ടാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കമ്പിയൊക്കെ ഉണ്ടാവില്ലേ, കമ്പി നമ്മളത് ഇതുപോലെയാക്കി മുറിച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കുറഞ്ഞ് കുഞ്ഞി കുഞ്ഞി പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കമ്പിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനത്തെ ഒന്നുകൂടി എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പുറം ഭാഗം കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും എന്താ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ ഇത് നമ്മൾ ഈ ഫുൾ കമ്പി ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് മൊത്തം അങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്താ ആയിട്ടുണ്ട് വെച്ചാൽ നമ്മളിതിങ്ങനെ വെട്ടിയെടുക്കണം കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് എങ്ങനത്തെ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചു കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ എന്നിട്ട് നല്ല വൃത്തിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി കണ്ടോ ഗൈസ്. നമ്മളങ്ങനെ മൊത്തം അങ്ങനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. മൊത്തം ഗൈസ് ഇതുപോലെ തന്നെ മൊത്തം കട്ട് ചെയ്തെടുക്കുക. ഒരു ലീഫാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്തതും എന്താ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. നല്ല വൃത്തിക്ക് ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. ഉണ്ട് ഇങ്ങനെ മൊത്തം എല്ലാം ഇതുപോലെ ഇതേ ഷേപ്പിൽ നമ്മൾ നല്ല ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് മൊത്തം അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് മൊത്തം ഇത് ഈ ഇലൻ്റെ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഗൈസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം ഗൈസ്. നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയൊക്കെ ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഗൈസ്. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആദ്യം നമ്മളിതാ ഗ്രീൻ കളർ ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗ്രീൻ കളർ ഫാബ്രിക് പെയിൻറ്റ് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളിത് ഗ്രീൻ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ എടുക്കാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ യെല്ലോ ഇങ്ങനെ അടിച്ചെടുക്കട്ടെ ഗൈസ്. നല്ല അടിപൊളിയാക്കി എടുക്കണം ഗൈസ്. കണ്ടോ? ഇനി നമുക്ക് ഈ ഗ്രീൻ ഒന്നും കൂടെ നല്ല ഡാർക്ക് ആക്കിയിട്ട് ഇതിൻ്റെ നടുവ് കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് എടുക്കാം. ഇത് ഡാർക്ക് ആക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആക്കി വരച്ചെടുത്താൽ മതിയിട്ട്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഒരു വിധത്തിൽ നമ്മളിത് ഈ ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊളാക്കിയൊന്നും ചെയ്ത് നല്ല വൃത്തിക്കാക്കി ചെയ്യണം ഗൈസ്. ഞാൻ ചെയ്തത് കുറച്ച് കൊളായിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ലീഫും നല്ല വൃത്തിക്കൊന്ന് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാതും പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മളിതാ ഈ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ എല്ലാതും പെയിൻറ്റ് അടിച്ചതാ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. സ്നേക്ക് പ്ലാന്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല, എന്നാലും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല റെഡി ആയി കിട്ടും. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കോളമായിട്ടുണ്ട്. ഏതായാലും എന്നാലും ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് അടിച്ചാൽ മതിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം